നിങ്ങളുടെ താലൂക്കിലെ അപേക്ഷ പരിഗണിക്കുന്നത് ഏത് ഡെപ്യൂട്ടി കളക്ടറാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. ഓരോ ജില്ലയിലെയും അടിസ്ഥാനപ്പെടുത്തി ഞാനത് പറയാം. എല്ലാവർക്കും നമസ്കാരം. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം നിലവിൽ RD ഓഫീസിൽ കുമിഞ്ഞുകൂടി കിടക്കുന്ന ഫോം 5ഉം ഫോം 6ഉം ആപ്ലിക്കേഷൻ, അതായത് തരംമാറ്റത്തിന് കൊടുക്കുന്ന ഫോം 5ഉം ഫോം 6ഉം ആപ്ലിക്കേഷൻസ് എത്രയും പെട്ടെന്ന് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ നമ്മുടെ സർക്കാർ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ഭേദഗതി ചെയ്തു. ആ ഭേദഗതിയെ സംബന്ധിച്ച് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു. ജൂൺ 7-ാം തീയതിയാണ് ആ ഭേദഗതി പ്രാബല്യത്തിൽ വരുത്തിക്കൊണ്ട് ഗസറ്റ് നോട്ടിഫിക്കേഷൻ വരുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ആ നോട്ടിഫിക്കേഷൻ, അതായത് ഈ വകുപ്പ് 2-ൽ നടത്തിയിരിക്കുന്ന ഭേദഗതി എന്ന് പറയുന്നത് റവന്യൂ ഡിവിഷണൽ ഓഫീസർ എന്ന നിർവചനത്തിൽ സർക്കാർ നിശ്ചയിക്കുന്ന ഡെപ്യൂട്ടി കളക്ടർമാരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ ഭേദഗതി വന്നിരിക്കുന്നത്. നമ്മൾ അന്ന് തന്നെ പറഞ്ഞിരുന്നു, ഈ ഏതൊക്കെ ഡെപ്യൂട്ടി കളക്ടർമാർക്കാണ് ഇതിന്റെ ചുമതല എന്ന് കാണിച്ചുകൊണ്ട് സർക്കാർ ഒരു ഉത്തരവിറക്കണം. അങ്ങനെ ഒരു ഉത്തരവിറക്കിയാൽ മാത്രമേ ഈ പറഞ്ഞതുപോലെ റവന്യൂ ഡിവിഷണൽ ഓഫീസിൽ ഇപ്പോൾ കിടക്കുന്ന ആപ്ലിക്കേഷൻസ് പരിഗണിക്കാനായിട്ടുള്ള അധികാരം ഈ പറഞ്ഞ ഡെപ്യൂട്ടി കളക്ടർമാർക്ക് ലഭിക്കുകയുള്ളൂ. അത്തരത്തിൽ സർക്കാർ ഇപ്പോൾ ഒരു ഉത്തരവിറക്കിയിരിക്കുകയാണ്. ഏതെല്ലാം ഡെപ്യൂട്ടി കളക്ടർമാർക്കാണ് ഇതിന്റെ ചുമതല എന്ന് കാണിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവാണ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. ഇത് പ്രകാരം താലൂക്ക് അടിസ്ഥാനത്തിലാണ് ഡെപ്യൂട്ടി കളക്ടർമാർക്ക് ചുമതല കൊടുത്തിരിക്കുന്നത്. ഓരോ താലൂക്കിൽ നിന്നുമുള്ള നിലവിലിരിക്കുന്നതും അതേപോലെ തന്നെ ഇനി കൊടുക്കാനുള്ളതുമായിട്ടുള്ള എല്ലാ അപേക്ഷകളും ആ താലൂക്കിന്റെ ചുമതലയുള്ള ഡെപ്യൂട്ടി കളക്ടർമാർക്ക് കൊടുത്തുകൊണ്ടിരിക്കും. ഇതോടൊപ്പം തന്നെ നിലവിൽ ഇരിക്കുന്ന RDOമാർക്കും അധികാരം കൊടുത്തിട്ടുണ്ട്. അത് ഒരു താലൂക്കിന്റെ മാത്രമായി ചുരുക്കി എന്നുള്ളതാണ് ഈ ഗവൺമെന്റ് ഉത്തരവിന്റെ പ്രത്യേകത. ഞാൻ ആ ഗവൺമെന്റ് ഉത്തരവ് ഒന്ന് വായിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ താലൂക്കിലെ അപേക്ഷ പരിഗണിക്കുന്നത് ഏത് ഡെപ്യൂട്ടി കളക്ടറാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. ഓരോ ജില്ലയിലെയും അടിസ്ഥാനപ്പെടുത്തി ഞാനത് പറയാം. ഇതിനകത്ത് പറയുന്നുണ്ട് നിലവിലുള്ള അപേക്ഷയും, ഞാനത് വായിക്കാം. അതായത് നിലവിൽ ആ പ്രധാനപ്പെട്ട പോർഷൻ മാത്രം വായിച്ചാൽ മതി. സർക്കാർ ഇക്കാര്യം വിശദമായി പരിശോധിച്ചു. 2008 നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ വകുപ്പ് 2 ഉപവകുപ്പ് 15A പ്രകാരം സർക്കാരിൽ നിക്ഷിപ്തമായ അധികാരം വിനിയോഗിച്ച് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരമുള്ള ഭൂമി തരംമാറ്റത്തിനായി നിലവിലുള്ളതും തീർപ്പ് കൽപ്പിക്കാനിരിക്കുന്നതും തുടർന്നും ലഭിക്കുന്നതുമായ അപേക്ഷകളുടെ തീർപ്പാക്കൽ ചുമതലകൾക്കായി. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള അപേക്ഷകർക്കും അതേപോലെ തന്നെ തീർപ്പ് കൽപ്പിക്കാനിരിക്കുന്നതുമായിട്ടുള്ള അപേക്ഷകർക്കും തുടർന്ന് ലഭിക്കുന്നതുമായിട്ടുള്ള അപേക്ഷകളുടെ തീർപ്പാക്കൽ ചുമതലകൾക്കായി സംസ്ഥാനത്തെ വിവിധ താലൂക്കുകളിൽ ചുവടെ ചേർത്ത പട്ടിക പ്രകാരം ഡെപ്യൂട്ടി കളക്ടർമാരെ നിയോഗിച്ചുകൊണ്ട് ഉത്തരവാകുന്നു. അത് തിരുവനന്തപുരം ജില്ലയിലെ 2 RDOയാണുള്ളത്. അന്ന് തിരുവനന്തപുരം RDOയും നെടുമങ്ങാട് RDOയും. അതിൽ തിരുവനന്തപുരം RDOയുടെ കീഴിൽ വരുന്ന താലൂക്കുകൾ എന്ന് പറയുന്നത് തിരുവനന്തപുരം, ചിറയൻകീഴ്, വർക്കല, നെയ്യാറ്റിൻകര എന്നിവയാണ്. അതിൽ തിരുവനന്തപുരം താലൂക്കിന്റെ ചുമതല എന്ന് പറയുന്നത് ഡെപ്യൂട്ടി കളക്ടർ DM, ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഡെപ്യൂട്ടി കളക്ടർക്കാണ് അതിന്റെ ചുമതല കൊടുത്തിരിക്കുന്നത്. അതേപോലെ ചിറയൻകീഴിന്റെ താലൂക്കിന്റെ ചുമതല കൊടുത്തിരിക്കുന്നത് ഡെപ്യൂട്ടി കളക്ടർ LR, ലാൻഡ് റെക്കോർഡ്സ് ഡെപ്യൂട്ടി കളക്ടർക്കാണ് കൊടുത്തിരിക്കുന്നത്. വർക്കല താലൂക്കിന്റെ ഡെപ്യൂട്ടി കളക്ടർ RR, റവന്യൂ റിക്കവറി ഡെപ്യൂട്ടി കളക്ടർക്കാണ് കൊടുത്തിരിക്കുന്നത്. നെയ്യാറ്റിൻകര താലൂക്കിന്റെ സബ് കളക്ടർ RDO തിരുവനന്തപുരം, അതായത് RDO തന്നെ, നിലവിലുള്ള RDO തന്നെയാണ് നെയ്യാറ്റിൻകര താലൂക്കിന്റെ ചുമതല വഹിക്കുന്നത്. നെടുമങ്ങാട് RDOയുടെ കീഴിലുള്ള നെടുമങ്ങാട് താലൂക്കിന് സബ് കളക്ടർ RDO നെടുമങ്ങാടും, കാട്ടാക്കട താലൂക്കിന് ഡെപ്യൂട്ടി കളക്ടർ LA, ലാൻഡ് അക്വിസിഷൻ ഡെപ്യൂട്ടി കളക്ടറാണ് ചുമതല വഹിക്കുന്നത്. കൊല്ലം ജില്ലയിൽ വരുമ്പോൾ കൊല്ലം RDOയുടെ കീഴിൽ കൊല്ലം താലൂക്കിൽ സബ് കളക്ടർ RDO കൊല്ലം. കരുനാഗപ്പള്ളി താലൂക്കിന് കൊടുത്തിരിക്കുന്നത് ഡെപ്യൂട്ടി കളക്ടർ RR, റവന്യൂ റിക്കവറി ഡെപ്യൂട്ടി കളക്ടർക്കാണ് കരുനാഗപ്പള്ളി താലൂക്കിന്റെ ചുമതല കൊടുത്തിരിക്കുന്നത്. കുന്നത്തൂർ താലൂക്കിന്റെ ഡെപ്യൂട്ടി കളക്ടർ LA, ലാൻഡ് അക്വിസിഷൻ ഡെപ്യൂട്ടി കളക്ടർക്ക് കൊടുത്തിരിക്കുന്നു. പുനലൂർ താലൂക്കിൽ വരുമ്പോൾ, പുനലൂർ RDOയുടെ കീഴിൽ വരുമ്പോൾ കൊട്ടാരക്കര താലൂക്ക് ഡെപ്യൂട്ടി കളക്ടർ LR, പത്തനാപുരം, പുനലൂർ എന്നീ താലൂക്കുകളുടെ ചുമതല കൊടുത്തിരിക്കുന്നത് സബ് കളക്ടർ RDO പുനലൂരിനാണ്. പത്തനംതിട്ട ജില്ലയിലേക്ക് വരുമ്പോൾ 2 RDOമാരാണുള്ളത്. ഒന്ന് തിരുവല്ല RDOയും 2 അടൂർ RDOയും. അതിൽ തിരുവല്ല RDOയുടെ കീഴിലുള്ള താലൂക്കുകളാണ് തിരുവല്ല, മല്ലപ്പള്ളി, റാന്നി. അതിൽ തിരുവല്ല താലൂക്കിന്റെ ചുമതല സബ് കളക്ടർ RDO തിരുവല്ലയ്ക്ക് തന്നെ കൊടുത്തിരിക്കുന്നു. മല്ലപ്പള്ളി താലൂക്കിന്റെ ചുമതല ഡെപ്യൂട്ടി കളക്ടർ LA, ലാൻഡ് അക്വിസിഷൻ ഡെപ്യൂട്ടി കളക്ടർക്കാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ റാന്നി താലൂക്കിന്റെ ചുമതല കൊടുത്തിരിക്കുന്നത് ഡെപ്യൂട്ടി കളക്ടർ LR, ലാൻഡ് റെക്കോർഡ്സ് ഡെപ്യൂട്ടി കളക്ടർക്കാണ് കൊടുത്തിരിക്കുന്നത്. അടൂർ RDOയുടെ കീഴിലുള്ള അടൂർ താലൂക്കിന്റെ ചുമതല കൊടുത്തിരിക്കുന്നത് സബ് കളക്ടർ RDOയ്ക്ക് തന്നെയാണ്. കോഴഞ്ചേരി താലൂക്കിന്റെ ഡെപ്യൂട്ടി കളക്ടർ, അതേപോലെ തന്നെ കോന്നി താലൂക്കിന്റെ ഡെപ്യൂട്ടി കളക്ടർ DM, ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ആലപ്പുഴ ജില്ലയിൽ വരുമ്പോഴത്തേക്ക് ആലപ്പുഴ RDOയും ചെങ്ങന്നൂർ RDOയും 2 RDOമാരാണുള്ളത്. അതിൽ ആലപ്പുഴ RDOയുടെ കീഴിൽ ചേർത്തല താലൂക്കിന്റെ ചുമതല കൊടുത്തിരിക്കുന്നത് ഡെപ്യൂട്ടി കളക്ടർ DM, ഡിസാസ്റ്റർ മാനേജ്മെന്റ്. കുട്ടനാട് താലൂക്കിന്റെ ചുമതല കൊടുത്തിരിക്കുന്നത് സബ് കളക്ടർ RDO ആലപ്പുഴ. കുട്ടനാട് താലൂക്കിന്റെ ചുമതല കൊടുത്തിരിക്കുന്നത് സബ് കളക്ടർക്ക് തന്നെയാണ്. അതേപോലെ തന്നെ അമ്പലപ്പുഴ താലൂക്കിന്റെ കൊടുത്തിരിക്കുന്നത് ഡെപ്യൂട്ടി കളക്ടർ LR, ലാൻഡ് റെക്കോർഡ്സ് ഡെപ്യൂട്ടി കളക്ടർക്കാണ് കൊടുത്തിരിക്കുന്നത്. ചെങ്ങന്നൂർ RDOയുടെ കീഴിൽ വരുന്ന മാവേലിക്കര, കാർത്തികപ്പള്ളി, ചെങ്ങന്നൂർ താലൂക്ക്, അങ്ങനെ 3 താലൂക്കാണുള്ളത്. അതിൽ മാവേലിക്കര താലൂക്കിന്റെ ചുമതല കൊടുത്തിരിക്കുന്നത് ഡെപ്യൂട്ടി കളക്ടർ RR, റവന്യൂ റിക്കവറി ഡെപ്യൂട്ടി കളക്ടർക്കാണ്.
കാർത്തികപ്പള്ളി താലൂക്കിൻ്റെ ചുമതല കൊടുത്തിരിക്കുന്നത് ഡെപ്യൂട്ടി കളക്ടർ LA ലാൻഡ് അക്വിസിഷൻ ഡെപ്യൂട്ടി കളക്ടർക്കാണ്. ചെങ്ങന്നൂർ താലൂക്കിൻ്റെ ചുമതല കൊടുത്തിരിക്കുന്നത് സബ് കളക്ടർ RDO ചെങ്ങന്നൂരിനാണ്. കോട്ടയം ജില്ലയിൽ 2 RDOമാരാണുള്ളത്. അതിൽ ഒന്ന് കോട്ടയം RDOയും 2 പാലാ RDOയുമാണ്. കോട്ടയം RDOയുടെ കീഴിൽ കോട്ടയം, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി 3 താലൂക്കുകളാണുള്ളത്. അതിൽ കോട്ടയം താലൂക്കിൻ്റെ ചുമതല സബ് കളക്ടർ RDO കോട്ടയത്തിന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ചങ്ങനാശ്ശേരി താലൂക്കിൻ്റെ ചുമതല ഡെപ്യൂട്ടി കളക്ടർ RR റവന്യൂ റിക്കവറി ഡെപ്യൂട്ടി കളക്ടർക്കാണ് കൊടുത്തിരിക്കുന്നത്. കാഞ്ഞിരപ്പള്ളി താലൂക്കിൻ്റെ ചുമതല കൊടുത്തിരിക്കുന്നത് ഡെപ്യൂട്ടി കളക്ടർ LR ഡെപ്യൂട്ടി കളക്ടർക്കാണ് കൊടുത്തിരിക്കുന്നത്. പാലായിൽ വൈക്കം, മീനച്ചിൽ അങ്ങനെ 2 താലൂക്കുകളാണുള്ളത്. അതിൽ വൈക്കം താലൂക്കിൻ്റെ ചുമതല കൊടുത്തിരിക്കുന്നത് സബ് കളക്ടർ RDO പാല. മീനച്ചിൽ താലൂക്കിൻ്റെ ചുമതല കൊടുത്തിരിക്കുന്നത് ഡെപ്യൂട്ടി കളക്ടർ LA ലാൻഡ് അക്വിസിഷൻ ഡെപ്യൂട്ടി കളക്ടർക്കാണ് കൊടുത്തിരിക്കുന്നത് മീനച്ചിൽ താലൂക്കിൻ്റെ ചുമതല. ഇടുക്കി ജില്ലയിൽ വരുമ്പോൾ ഇടുക്കിയും ദേവികുളവും 2 RDOമാരുടെ കീഴിൽ RDOയുടെ കീഴിൽ ഇടുക്കി താലൂക്ക്, തൊടുപുഴ താലൂക്ക്, പീരുമേട് താലൂക്ക് എന്നിങ്ങനെ 3 താലൂക്കുകളാണുള്ളത്. അതിൽ ഇടുക്കി താലൂക്കിൻ്റെ ചുമതല കൊടുത്തിരിക്കുന്നത് ഡെപ്യൂട്ടി കളക്ടർ RR റവന്യൂ റിക്കവറി ഡെപ്യൂട്ടി കളക്ടർക്കാണ് കൊടുത്തിരിക്കുന്നത്. തൊടുപുഴയ്ക്ക് കൊടുത്തിരിക്കുന്നത് സബ് കളക്ടർ RDO ഇടുക്കിക്കാണ് അതിൻ്റെ ചുമതല കൊടുത്തിരിക്കുന്നത്. പീരുമേട് ഡെപ്യൂട്ടി കളക്ടർ LA ആൻഡ് LR 2 ഡെപ്യൂട്ടി കളക്ടർമാരുണ്ട്. അതായത് ലാൻഡ് അക്വിസിഷൻ ഡെപ്യൂട്ടി കളക്ടർ ആൻഡ് ഒരുപക്ഷെ അത് ഒരാൾ തന്നെ ആവാം ആ 2 ചുമതലയും വഹിക്കുന്നത്. അതുകൊണ്ടാവാം അങ്ങനെ കൊടുത്തിരിക്കുന്നത് ഡെപ്യൂട്ടി കളക്ടർ LA ആൻഡ് LR. ദേവികുളം RDOയുടെ കീഴിൽ വരുമ്പോൾ ദേവികുളം താലൂക്കും ഉടുമ്പൻചോല താലൂക്കും 2 താലൂക്കിൻ്റെയും ചുമതല കൊടുത്തിരിക്കുന്നത് സബ് കളക്ടർ RDO ദേവികുളത്തിന് തന്നെയാണ്. എറണാകുളത്ത് 2 RDOമാരാണുള്ളത്, ഫോർട്ട് കൊച്ചി, മൂവാറ്റുപുഴയും. അതിൽ ഫോർട്ട് കൊച്ചിയുടെ കീഴിൽ വരുന്ന കൊച്ചി താലൂക്ക്, കണയന്നൂർ താലൂക്ക്, പറവൂർ താലൂക്ക്, ആലുവ താലൂക്ക് അങ്ങനെ 4 താലൂക്കുകളാണുള്ളത്. അതിൽ കൊച്ചി താലൂക്കിൻ്റെ ചുമതല കൊടുത്തിരിക്കുന്നത് സബ് കളക്ടർ RDO ഫോർട്ട് കൊച്ചി തന്നെയാണ്. കണയന്നൂർ താലൂക്കിൻ്റെ ചുമതല കൊടുത്തിരിക്കുന്നത് ഡെപ്യൂട്ടി കളക്ടർ RR റവന്യൂ റിക്കവറി ഡെപ്യൂട്ടി കളക്ടർക്കാണ് കൊടുത്തിരിക്കുന്നത്. പറവൂർ താലൂക്കിൻ്റെ ചുമതല കൊടുത്തിരിക്കുന്നത് ഡെപ്യൂട്ടി കളക്ടർ DM ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഡെപ്യൂട്ടി കളക്ടർക്കാണ്. ആലുവ താലൂക്കിൻ്റെ ചുമതല കൊടുത്തിരിക്കുന്നത് ഡെപ്യൂട്ടി കളക്ടർ LA ലാൻഡ് അക്വിസിഷൻ ഡെപ്യൂട്ടി കളക്ടർക്കാണ്. മൂവാറ്റുപുഴ RDOയുടെ കീഴിൽ വരുന്ന മൂവാറ്റുപുഴ, കോതമംഗലം, കുന്നത്താട് എന്നീ താലൂക്കുകളുടെ കാര്യത്തിൽ മൂവാറ്റുപുഴ താലൂക്കും കോതമംഗലം താലൂക്കും സബ് കളക്ടർ RDO മൂവാറ്റുപുഴയുടെ കീഴിൽ തന്നെയാക്കി. കുന്നത്താട് താലൂക്ക് മാത്രം ഡെപ്യൂട്ടി കളക്ടർ LRൻ്റെ കീഴിലേക്ക് മാറ്റി. തൃശ്ശൂർ ജില്ലയിൽ വരുമ്പോഴത്തേക്ക് തൃശ്ശൂർ RDO, ഇരിങ്ങാലക്കുട RDO അങ്ങനെ 2 RDOമാരാണുള്ളത്. അതിൽ തൃശ്ശൂർ RDOയുടെ കീഴിൽ വരുന്നത് താലൂക്കുകൾ എന്ന് പറയുന്നത് തൃശ്ശൂർ, ചാവക്കാട്, തലപ്പള്ളി, കുന്നംകുളം ഇങ്ങനെ 4 താലൂക്കുകളാണ്. അതിൽ തൃശ്ശൂർ താലൂക്കിൻ്റെ ഡെപ്യൂട്ടി കളക്ടർ RR റവന്യൂ റിക്കവറി ഡെപ്യൂട്ടി കളക്ടർക്കാണ് അതിൻ്റെ ചുമതല കൊടുത്തിരിക്കുന്നത്. ചാവക്കാട് താലൂക്ക് വരുമ്പോൾ സബ് കളക്ടർ RDO തൃശ്ശൂരിനാണ് അതിൻ്റെ ചുമതല. തലപ്പള്ളി താലൂക്ക് വരുമ്പോൾ ഡെപ്യൂട്ടി കളക്ടർ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആണ് DM. കുന്നംകുളം താലൂക്ക് വരുമ്പോൾ ഡെപ്യൂട്ടി കളക്ടർ LR ലാൻഡ് റെക്കോർഡ്സ് ഡെപ്യൂട്ടി കളക്ടർക്കാണ് വരുന്നത്. ഇരിങ്ങാലക്കുട RDOയുടെ കീഴിൽ വരുന്ന മുകുന്ദപുരം, കൊടുങ്ങല്ലൂർ, ചാലക്കുടി ഈ 3 താലൂക്കുകളുടെ ചുമതലയിൽ മുകുന്ദപുരവും കൊടുങ്ങല്ലൂരും ലാൻഡ് അക്വിസിഷൻ ഡെപ്യൂട്ടി കളക്ടർക്ക് കൊടുത്തിട്ടുണ്ട്. ചാലക്കുടി താലൂക്ക് സബ് കളക്ടർ RDO ഇരിങ്ങാലക്കുടയ്ക്ക് തന്നെയാണ് അതിൻ്റെ ചുമതലയുള്ളത്. പാലക്കാട് ജില്ലയിൽ 2 RDOമാരാണുള്ളത്, ഒറ്റപ്പാലം RDOയും പാലക്കാട് RDOയും. അതിൽ ഒറ്റപ്പാലം RDOയുടെ കീഴിൽ വരുന്ന താലൂക്കുകൾ എന്ന് പറയുന്നത് ഒറ്റപ്പാലം, അട്ടപ്പാടി, പട്ടാമ്പി, മണ്ണാർക്കാട്. പാലക്കാട് RDOയുടെ കീഴിൽ വരുന്നത് ചിറ്റൂർ, പാലക്കാട്, ആലത്തൂർ. ഇവിടെ പാലക്കാട് ജില്ലയിൽ ഈ പറഞ്ഞ ഒറ്റപ്പാലം RDOയുടെ കീഴിൽ ഈ ഒറ്റപ്പാലവും അട്ടപ്പാടിയും താലൂക്കുകൾ സബ് കളക്ടർ RDO ഒറ്റപ്പാലത്തിന് കൊടുത്തു. പട്ടാമ്പി താലൂക്കിന്റെ ചുമതല ഡെപ്യൂട്ടി കളക്ടർ LRന് കൊടുത്തിരിക്കുന്നു. മണ്ണാർക്കാടിന്റെ ചുമതല ഡെപ്യൂട്ടി കളക്ടർ RR ആണ്. അതേപോലെ തന്നെ ഈ പാലക്കാട് RDOയുടെ കീഴിലുള്ള ചിറ്റൂർ താലൂക്കും ഡെപ്യൂട്ടി കളക്ടർ RR തന്നെയാണ് നോക്കുന്നത്. പാലക്കാട് RDOയുടെ കീഴിലുള്ള പാലക്കാട് താലൂക്കിന്റെ ചുമതല സബ് കളക്ടർ RDO പാലക്കാടിന് കൊടുത്തിരിക്കുന്നു. ആലത്തൂരിന്റെ ചുമതല ഡെപ്യൂട്ടി കളക്ടർ LAയ്ക്ക് കൊടുത്തിരിക്കുന്നു. മലപ്പുറം ജില്ല വരുമ്പോഴത്തേക്ക് പെരിന്തൽമണ്ണ, തിരൂർ എന്നീ 2 RDOമാരാണുള്ളത്. അതിൽ പെരിന്തൽമണ്ണ RDOയുടെ കീഴിലുള്ള പെരിന്തൽമണ്ണ താലൂക്ക് സബ് കളക്ടർ RDO പെരിന്തൽമണ്ണ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഏറനാട് താലൂക്ക് ഡെപ്യൂട്ടി കളക്ടർ LAയാണ് കൊടുത്തിരിക്കുന്നത്. പെരിന്തൽമണ്ണ താലൂക്കിന്റെ കീഴിലുള്ള ഏറനാട് താലൂക്ക്. നിലമ്പൂർ താലൂക്ക് കൊടുത്തിരിക്കുന്നത് നിലമ്പൂരും കൊണ്ടോട്ടിയും 2 താലൂക്കുകൾ കൊടുത്തിരിക്കുന്നത് ഡെപ്യൂട്ടി കളക്ടർ ഡിസാസ്റ്റർ മാനേജ്മെന്റിനാണ്. തിരൂർ RDOയുടെ കീഴിൽ വരുന്ന തിരൂർ താലൂക്ക് സബ് കളക്ടർ RDO തിരൂരിന് തന്നെയാണ്. പൊന്നാനി താലൂക്ക് ഡെപ്യൂട്ടി കളക്ടർ RR റവന്യൂ റിക്കവറി ഡെപ്യൂട്ടി കളക്ടറാണ് കൊടുത്തിരിക്കുന്നത്. തിരൂരങ്ങാടി വരുന്നത് ഡെപ്യൂട്ടി കളക്ടർ LA ലാൻഡ് അക്വിസിഷൻ ഡെപ്യൂട്ടി കളക്ടർക്കാണ്. കോഴിക്കോട് ജില്ലയിൽ 2 RDOമാരാണുള്ളത്, കോഴിക്കോടും വടകരയും. അതിൽ കോഴിക്കോട് RDOയുടെ കീഴിൽ കോഴിക്കോടും താമരശ്ശേരിയും 2 താലൂക്കുകളാണ് ഉള്ളത്. അതിൽ കോഴിക്കോട് താലൂക്കിന്റെ ചുമതല എന്ന് പറയുന്നത് ഡെപ്യൂട്ടി കളക്ടർ RR. താമരശ്ശേരി താലൂക്കിന്റെ ചുമതല കൊടുത്തിരിക്കുന്നത് സബ് കളക്ടർ RDO കോഴിക്കോടിനാണ്. വടകര താലൂക്കിന്റെ സബ് കളക്ടർ RDO വടകരയ്ക്കും. കൊയിലാണ്ടി താലൂക്കിൻ്റെത് ഡെപ്യൂട്ടി കളക്ടർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് DMനുമാണ് കൊടുത്തിരിക്കുന്നത്. വയനാട് ജില്ലയിൽ മാനന്തവാടിയാണ് ഒരു RDO ഉള്ളത്. ആ RDO ഓഫീസിന്റെ കീഴിലാണ് മാനന്തവാടി താലൂക്ക്, വൈത്തിരി, സുൽത്താൻ ബത്തേരി എന്നിവ വരുന്നത്. അതിൽ
മാനന്തവാടി താലൂക്കിൻ്റെ ചുമതല സബ് കളക്ടർ RDO മാനന്തവാടിക്ക് തന്നെ കൊടുത്തിരിക്കുന്നു. വൈത്തിരി താലൂക്കിൻ്റെ ചുമതല ഡെപ്യൂട്ടി കളക്ടർ LAക്ക് കൊടുത്തിരിക്കുന്നു. സുൽത്താൻ ബത്തേരി താലൂക്കിൻ്റെ ഡെപ്യൂട്ടി കളക്ടർ RR ആണ് ചുമതല ഉണ്ടാവുക. കണ്ണൂർ ജില്ലയിൽ വരുമ്പോൾ തലശ്ശേരി RDOയും തളിപ്പറമ്പ് RDOയും 2 RDOമാരാണുള്ളത്. അതിൽ തലശ്ശേരി RDOയുടെ കീഴിൽ വരുന്ന തലശ്ശേരി താലൂക്കിൻ്റെ ചുമതല സബ് കളക്ടർ RDO തലശ്ശേരി തന്നെയാണ് ഇനി കൈകാര്യം ചെയ്യുക. ഇരിട്ടി താലൂക്കിൻ്റെ ചുമതല ഡെപ്യൂട്ടി കളക്ടർ LA ആണ്. അതേപോലെ തന്നെ പയ്യന്നൂർ താലൂക്കിൻ്റെ ഡെപ്യൂട്ടി കളക്ടർ DM ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആണ്. തളിപ്പറമ്പ് RDOയുടെ കീഴിൽ വരുന്ന തളിപ്പറമ്പ് കണ്ണൂർ 2 താലൂക്കുകളാണ്. അതിൽ തളിപ്പറമ്പ് താലൂക്കിൻ്റെ ചുമതല സബ് കളക്ടർ RDO തളിപ്പറമ്പ് തന്നെയാണ്. കണ്ണൂർ താലൂക്കിൻ്റെ ചുമതല ഡെപ്യൂട്ടി കളക്ടർ RR ആണ്. കാസർഗോഡ് ജില്ലയിൽ വരുമ്പോൾ കാസർഗോഡ് ഈ ഗവൺമെൻറ് ഉത്തരവിനകത്ത് പറഞ്ഞിരിക്കുന്നത് 2 RDOമാരാണ്. കാഞ്ഞങ്ങാട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ കാഞ്ഞങ്ങാടും കാസർഗോഡും ആവണം. അതിൽ കാഞ്ഞങ്ങാട് സബ് കളക്ടറുടെ കീഴിൽ വരുന്ന ഹോസ്ദുർഗ് താലൂക്കുകൾ സബ് കളക്ടർ RDO കാഞ്ഞങ്ങാടനാണ് കൊടുത്തിരിക്കുന്നത്. വെള്ളരിക്കുണ്ട് താലൂക്കിൻ്റെ ചുമതല ഡെപ്യൂട്ടി കളക്ടർ LA ലാൻഡ് അക്വിസിഷൻ ഡെപ്യൂട്ടി കളക്ടർക്കാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തത് കാഞ്ഞങ്ങാടെന്നാണ് എഴുതിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് കാസർഗോഡ് ആവണം. കാസർഗോഡ് താലൂക്കിൻ്റെ ചുമതല സബ് കളക്ടർ RDO കാസർഗോഡിനാണ് കൊടുത്തിരിക്കുന്നത്. മഞ്ചേശ്വരം താലൂക്കിൻ്റെ ചുമതല ഡെപ്യൂട്ടി കളക്ടർ RR. ഇതാണ് ഈ ഡെപ്യൂട്ടി കളക്ടർമാർക്ക് ചുമതല കൊടുത്തുകൊണ്ട് സർക്കാർ നിശ്ചയിച്ചുകൊണ്ട് ഇറക്കിയിരിക്കുന്ന സർക്കാർ ഉത്തരവ്. ഇതിറങ്ങിയിരിക്കുന്നത് 27/6/2024 തീയതിയിലാണ്. അപ്പോൾ ഈ ഉത്തരവ് വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ താലൂക്ക് അടിസ്ഥാനത്തിൽ നിലവിലിരിക്കുന്ന അപേക്ഷകളെല്ലാം തന്നെ ബന്ധപ്പെട്ട ഡെപ്യൂട്ടി കളക്ടർമാരുടെ ചുമതലയിലേക്ക് പോവുകയും എത്രയും പെട്ടെന്ന് തന്നെ അതിനകത്ത് ഉത്തരവുണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.